ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ 40ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, ബാങ്കിങ് കമ്പനികളുടെ അക്കൗണ്ട്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി ബാങ്കിങ് കമ്പനീസിന്റെ ഫൈനൽ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പഠിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കിയതിന് ശേഷം നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. എക്സാമിന് സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിന് അത് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതിൻ്റെ തിയറിയും ഒപ്പം തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ 4 പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ട് 4 പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന പോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി കൊമേഴ്സ് ക്ലാസ് പാർ എന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് HRMൻ്റെയും BNMൻ്റെയും ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഒപ്പം തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എന്തുകൊണ്ടാണ് ബില്ലുകൾ നമ്മൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കമ്പനിക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ അതിന്മേലുള്ള എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടി ആ കമ്പനി തയ്യാറാക്കി ക്യാഷ് തരാനുള്ള ആളെ കൊണ്ട് ഒപ്പിടിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് നിശ്ചിത കാലാവധിക്ക് ശേഷം ആ എമൗണ്ട് കിട്ടും എന്നുള്ള ഒരു ലീഗലായിട്ടുള്ള ഉറപ്പ് കൂടിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെ നടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 3 മാസത്തേക്കാണ് ഒരു ബില്ല് തയ്യാറാക്കുന്നതെങ്കിൽ ആ 3 മാസങ്ങൾ തീരുമ്പോൾ, അതിനെയാണ് നമ്മൾ മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുക. ആ തീരുന്ന ദിവസം, ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ്, ആ ഡേറ്റിൽ ആ എമൗണ്ട് അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 മാസം വരെ വെയിറ്റ് ചെയ്യുന്നതിന് മാർഗമില്ലാത്ത, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ക്യാഷ് ആവശ്യമായിട്ട് വരുന്ന കമ്പനികൾക്ക് വേണമെങ്കിൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യാം. ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ 3 മാസത്തെ ബില്ലാണെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാം. അതായത് ഒരു 10,000 രൂപയുടെ ബില്ലാന്ന് വിചാരിക്കുക, 1 മാസം കഴിഞ്ഞപ്പോൾ അത് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബാങ്ക് ഒരു 500 രൂപ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള 9,500 രൂപ ഈ കമ്പനിക്ക് നൽകുന്നു. പിന്നീട് ബാങ്ക് 3 മാസം വരെ ആ കാലാവധി എത്തുന്നവരെ ബില്ല് സൂക്ഷിക്കുകയും ആ കാലാവധി എത്തുമ്പോൾ ക്യാഷ് തരാനുള്ള ആളിൽ നിന്ന് മുഴുവൻ തുകയും ബാങ്ക് വാങ്ങിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ബാങ്കിന് ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. 500 രൂപ കുറച്ചാണ് മറ്റേ ആൾ കൂടുതൽ അല്ലേ. അവസാനം 3 മാസങ്ങൾക്ക് ശേഷം ബാങ്കിന് 10,000 രൂപ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഇത് ഡിസ്കൗണ്ട് ഒരു ഇൻകമാണ്. ക്യാഷ് കിട്ടാനുള്ള ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ തുക കുറച്ചിട്ടാണെങ്കിലും എമൗണ്ട് കിട്ടി എന്നുള്ളത് അവർക്കും ആശ്വാസമാണ് അല്ലേ. അപ്പോൾ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഡിസ്കൗണ്ടിങ് എന്നും പറയുക. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് ഒരു ഇൻകമാണെന്ന് മനസ്സിലാക്കുക. ഇനി റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് മീൻസ്, ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡിസ്കൗണ്ടിലുള്ള അൺഎയ്ൻഡ് എമൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുക. അൺഎയ്ൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം മാത്രമേ നമ്മുടെ ഈ വർഷം നമ്മൾ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകമായിട്ട് എടുക്കാവുള്ളൂ. അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ട ഇൻകത്തെ നമ്മൾ ഈ വർഷത്തെ ഇൻകമായിട്ട് കരുതാൻ പാടില്ല അല്ലേ. അപ്പം അങ്ങനെ ഒരു നിയമം അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിളിൽ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് അൺഎയ്ൻഡ് ആയിട്ടുള്ള എമൗണ്ട് ഈ ഡിസ്കൗണ്ടിലുണ്ടെങ്കിൽ, അതായത് അടുത്ത വർഷത്തേക്ക് കടന്നു നിൽക്കുന്ന അടുത്ത വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഡിസ്കൗണ്ടിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുക. ഡിസ്കൗണ്ട് റിസീവ്ഡിലെ അൺഎയ്ൻഡ് എമൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുക. ഫോർ ദോസ് ബിൽ വിച്ച് മച്യൂർ ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദ ഫൈനൽ അക്കൗണ്ട്. അതായത് ഫൈനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷവും അതിനുശേഷം മച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാകുന്ന ബില്ലുകളിലാണ് ഇതുപോലുള്ള റിബേറ്റ് ഉണ്ടാവുക. കാരണം മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഡേറ്റിന് ശേഷമാണ് ഈ ബില്ലിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് വരുന്നതെങ്കിൽ കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ നമുക്ക് അടുത്ത വർഷത്തെ ആ ബില്ലിൻ്റെ ഭാഗമായിട്ട് വരും അല്ലേ. അത് അടുത്ത വർഷത്തെ ഇൻകമായിട്ട് ആ ഡിസ്കൗണ്ടിന് നമുക്ക് കുറച്ച് ഭാഗത്തെ കരുതാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട്. അതിന് അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട് എന്നും, നമുക്ക് ഈ വർഷം കിട്ടേണ്ട ഡിസ്കൗണ്ട് അല്ല, കാലാവധി എത്തുന്നതിന് മുമ്പേ നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കിട്ടിയ ഡിസ്കൗണ്ടാണ്. ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് ഭാഗം നമ്മൾ ഏൺ ചെയ്യാത്തതാണ്, അത് അടുത്ത വർഷത്തെയാണ്.
അപ്പോൾ മൊത്തമുള്ള ഡിസ്കൗണ്ടിൽ അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡിസ്കൗണ്ടിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ എ ബാങ്ക് ഡിസ്കൗണ്ട്സ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു ബാങ്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ആൻ ഇൻകം കോൾഡ് ഡിസ്കൗണ്ട്. ബാങ്കിന് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഇൻകം കിട്ടുന്നു. ഞാൻ പറഞ്ഞാണ് ആദ്യം, ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ മേ നോട്ട് റിലേറ്റഡ് ടു ദാറ്റ് അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഒരു ബാങ്ക് ഇതുപോലെ കിട്ടുന്ന ഡിസ്കൗണ്ട് എപ്പോഴും ആ കറണ്ട് അക്കൗണ്ടിങ് ഇയറിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം തന്നെ ആയിരിക്കണമെന്നില്ല, മുഴുവൻ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടും. എ പാർട്ട് ഓഫ് ഇറ്റ്, അതിൻ്റെ ഒരു ഭാഗം, മേ റിലേറ്റഡ് ടു നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്, അത് അടുത്ത അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഭാഗമാകാം. ദിസ് ഈസ് സോ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ അറ്റ് ദ ക്ലോസ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സം ഓഫ് ദി ബിൽസ് ഡിസ്കൗണ്ടഡ് മേ നോട്ട് ഹാവ് മച്ചേർഡ്. ബാങ്കിൻ്റെ കൈവശം ഇരിക്കുന്ന ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയ ബില്ലുകൾ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് ആയിരിക്കണമെന്നില്ല. അതായത് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഡേറ്റിലും മച്വർ ആകാത്ത ബില്ലുകൾ ബാങ്കിൻ്റെ കൈവശം ഉണ്ടാകാം. ആസ് എ റിസൾട്ട് ദ ടോട്ടൽ ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ബില്ല്, ആ ബില്ല് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എന്ന ഇനത്തിൽ നമ്മുടെ ഇൻകമായിട്ട് എഴുതി വെച്ച മുഴുവൻ എമൗണ്ടും ദാറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ഏൺഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ, അത് മുഴുവൻ നമ്മൾ ഈ വർഷം ഏൺ ചെയ്ത ഇൻകം അല്ല, അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഉള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെ ആ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകം ആയിട്ടുള്ള ഈ കറണ്ട് ഇയറിലെ ഇൻകം അല്ലാത്ത ആ ഡിസ്കൗണ്ടിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഇനി റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നിന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, എ ബാങ്ക് ഡിസ്കൗണ്ട്സ് എ 3 months ബിൽ ഓഫ് എക്സ്ചേഞ്ച് എമൗണ്ടിങ് ടു ₹40,000. അപ്പോൾ ഒരു ബാങ്കിൻ്റെ കൈവശം ഒരു ബില്ല് ലഭിക്കുകയാണ്. 3 മാസമാണ് ആ ബില്ലിൻ്റെ കാലാവധി. 3 months ബില്ല് എന്ന് വെച്ചാൽ 3 മാസം കാലാവധിയുള്ള, 3 മാസങ്ങൾക്ക് ശേഷം മച്യൂരിറ്റി ഡേറ്റ് വരുന്ന, മച്യൂരിറ്റി ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലാവധിക്ക് ശേഷം അതിൻ്റെ എമൗണ്ട് കിട്ടുന്ന ഡേറ്റിനെയാണ് നമ്മൾ മച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുക. എക്സ്ചേഞ്ച് എമൗണ്ടിങ് ടു ₹40,000, ആ ബില്ലിൻ്റെ എമൗണ്ട് 40,000 ആണ്. അറ്റ് 6% പെർ ആനം, ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 6%. അത് ഒരു വർഷത്തേക്ക് 6% ആ നിരക്കിലാണ് ഡിസ്കൗണ്ട് ബാങ്ക് ഈടാക്കുന്നത്, ബാങ്കിന് ഡിസ്കൗണ്ട് ലഭിക്കുക. ഓൺ 1st February 2020, ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1st February 2020 ആണ്. അപ്പോൾ 1st February 2020 ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് 3 മാസത്തെ കാലാവധി ഉള്ളതാണെങ്കിൽ അപ്പോൾ ഇനി 3 മാസങ്ങൾക്ക് ശേഷമാണ് ആ ബില്ലിൻ്റെ ക്യാഷ് ലഭിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നോക്കുക, ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ബുക്ക് ഈസ് 600. ആ 3 മാസത്തേക്കുള്ള ഡിസ്കൗണ്ട് ബാങ്കിന് ലഭിച്ചത് 600 രൂപയാണ്. മൊത്തം 3 മാസത്തേക്കുള്ളതാണ് ടോട്ടൽ ഡിസ്കൗണ്ട്. ദിസ് ഡിസ്കൗണ്ട് ഈസ് ഫോർ ഫെബ്രുവരി, മാർച്ച് ആൻഡ് ഏപ്രിൽ. 3 മാസത്തേക്കാണ് അല്ലേ. 1st February തൊട്ട് ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും, അങ്ങനെ 3 മാസത്തേക്കുള്ള ഡിസ്കൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ടാണ് 600 രൂപ. അറ്റ് ദ ക്ലോസ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അതായത് 31/3/2020, 31/3/2020 ക്ലോസ് ചെയ്യുന്നത് വിചാരിക്കുക. സാധാരണ അക്കൗണ്ടിങ് ഇയറുകൾ ക്ലോസ് ചെയ്യുന്നത് 31/3/2020. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആ കാര്യം എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓൺലി ₹400 ഡിസ്കൗണ്ട് ഫോർ 2 months ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഫോർ ദി കറണ്ട് ഇയർ. അപ്പോൾ നോക്കുക, കറണ്ട് ഇയറിൽ അവസാനിക്കുന്നതാണ് മാർച്ച് 31 അല്ലേ. അപ്പോൾ മാർച്ച് 31 വരെയുള്ളത്, ഫെബ്രുവരിയും മാർച്ചിലെയും ഈ ഡിസ്കൗണ്ടിൻ്റെ ഭാഗം, ആ എമൗണ്ട് മാത്രമേ നമ്മുടെ കറണ്ട് ഇയറിൽ ഇൻകമായിട്ട് കരുതാൻ പറ്റുള്ളൂ. 3 മാസത്തേക്കാണ് നമുക്ക് 600 രൂപ ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ലഭിക്കുന്നത് 200 രൂപയാണെന്ന് നമുക്ക് കണ്ടാലും മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ 200 + 200 നമുക്ക് 400 രൂപ. അത് മാത്രമേ, ഈ 2 മാസത്തെ ഡിസ്കൗണ്ട് മാത്രമേ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഫോർ ദി കറണ്ട് ഇയർ, അത് കറണ്ട് ഇയറിലെ ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ₹200 റിമൈനിങ് 200 അല്ലേ. 600 നിന്ന് 400 കുറച്ചിട്ട് ബാക്കിയുള്ള 200 ഏപ്രിൽ മാസത്തെയാണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതൽ അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങിയാണ് അല്ലേ. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ തുടങ്ങുകയാണ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിൻ്റെ ഭാഗമാണ് ആ ഡിസ്കൗണ്ടിൽ 200 രൂപ എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അങ്ങനെ ആ 200 രൂപയാണ് അടുത്ത അക്കൗണ്ടിങ് ഇയറിലെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ ആ ഭാഗത്തെയാണ് 200 രൂപയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുക. ഇനി ഗ്രേസ് ഡേയ്സ് ആർ ഇഗ്നോർഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അസ്യൂം ചെയ്തിരിക്കുന്നതാണ്. ഗ്രേസ് ഡേയ്സ് എന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് 3 മാസമാണ് ഒരു ബില്ലിൻ്റെ കാലാവധിയെങ്കിൽ 3 മാസം തികയുന്ന ദിവസത്തിന് ശേഷം 3 അഡീഷണൽ ദിവസം കൂടി ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നൽകാൻ വേണ്ടി ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അത് ലീഗലായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ആ ഒരു 3 ദിവസത്തെയാണ് നമ്മൾ ഗ്രേസ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്രേസ് ഡേയ്സ് ഒന്നും കണക്കാക്കിയിട്ടില്ല. 3 മാസം എന്ന് പറഞ്ഞാൽ 3 മാസമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. അഡീഷണൽ ആയിട്ട് 3 ദിവസങ്ങൾ ഇവിടെ കണക്കെടുത്തില്ല എന്നുള്ള ഒരു അസംഷൻ ഇതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ.
ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഫോർമുലയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിബേറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നോക്കുക, മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഈസ് ഈക്വൽ ടു റിബേറ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ബില്ല്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എമൗണ്ട്, ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണ്? ബില്ലിൻ്റെ എമൗണ്ട് 40,000 ആണല്ലേ? അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. എമൗണ്ട് ഓഫ് ബില്ല് ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, 6% പെർ ആനമാണ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. 6% എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 100 അല്ലേ? പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ 6 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതണം. ഇനി ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ്. അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് വെച്ചാൽ അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ കാലാവധിയാണ്. ഇവിടെ 3 മാസങ്ങളിൽ 1 മാസം മാത്രമാണ് അടുത്ത അക്കൗണ്ടിങ് ഇയറിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ 1 മാസമാണ് നമ്മളിവിടെ അൺഎക്സ്പയർഡ് പീരീഡ് ആയിട്ട് എടുക്കുക. അൺഎക്സ്പയർഡ് പീരീഡ് ആയിട്ട് എടുക്കേണ്ടത് 1 മാസമാണ്. ഇനിയിപ്പോൾ ഡേയ്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിട്ട് വന്നേക്കും. ഇവിടെ ഇപ്പോൾ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് 3 മാസങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ മാസത്തിൽ എഴുതിയാൽ മതി. 1 മാസം എന്നുള്ള ഇവിടെ എഴുതിയിട്ട് താഴെ എഴുതുമ്പോൾ നമ്മൾ 12 മാസം, ടോട്ടൽ മന്ത്സ് ഇൻ എ ഇയർ 12 എന്ന് ഇവിടെ കാണിക്കാവുള്ളൂ. നമ്മൾ ഡേറ്റുകൾ മൊത്തം ടോട്ടൽ ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ ഡേറ്റുകളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു വർഷത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ് നമ്മൾ 365 ദിവസമാണുള്ളത്. അത് നമ്മൾ താഴെ എടുക്കുകയും വേണം അല്ലേ? അതിൽ എത്ര ദിവസം എന്നുള്ളത്. ഇവിടെ നമുക്ക് 12 മാസത്തിൽ 1 മാസം എന്ന രീതിയിൽ എടുത്താൽ മതി. നോക്കുക, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 40,000 എമൗണ്ട് ഓഫ് ബില്ല് ഇൻറ്റു 6/100 നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇൻറ്റു 1/12. 1 എന്ന് പറയുന്നത് അൺഎക്സ്പയർഡ് പീരീഡ്, അടുത്ത അക്കൗണ്ടിങ് ഇയറിലേക്കുള്ള മാസം, 1 മാസം, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ ഈസ് ഈക്വൽ ടു 200 രൂപ. നമുക്ക് 200 എന്ന് ലഭിക്കുന്നു അല്ലേ? ഇപ്പോൾ 200 റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ്. അത് നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കരുതാൻ പാടില്ല. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. നമുക്ക് ജേണൽ എൻട്രി ആദ്യം നോക്കാം. ഇറ്റ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 200 രൂപ, നമ്മളത് അടുത്ത വർഷത്തെ ആയതുകൊണ്ട് അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലേ? അതിനുവേണ്ടി നമ്മളൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ്സാക്കേണ്ടതുണ്ട്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ. ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 അല്ലേ, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ആ ഒരു ഷെഡ്യൂൾ നമ്മൾ കണ്ടു. അതിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? ഇൻട്രസ്റ്റും എഴുതുന്നുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് എഴുതുന്നുണ്ടല്ലേ? അപ്പോൾ ഒന്നുകിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നോ നമുക്ക് എഴുതാം. ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് പറഞ്ഞ അക്കൗണ്ടിനാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നിലവിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ ഡിസ്കൗണ്ട്, അതിൽ നിന്ന് റിബേറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു അല്ലേ? കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻകമാണ്. ഇൻകം ആയിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ അതിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ, നമുക്ക് റിബേറ്റിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻകത്തിൽ നിന്ന് അത്രയും എമൗണ്ട് കുറയും അല്ലേ? ഇവിടെ ഈ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിനാണ് നമ്മൾ ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് അല്ലേ? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഒരു ഇൻകം ആയതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എഴുതി കഴിഞ്ഞാൽ അത്രയും കണ്ട് ആ ഡിസ്കൗണ്ട് കുറയും. അപ്പോൾ കുറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജേണൽ എൻട്രി എഴുതുക. ഇപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ ഫോർമുല നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. അതുപോലെ തന്നെ ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് എങ്ങനെയാണ് നമ്മളിത് എഴുതുക നോക്കുക. ഇഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിനുള്ളിൽ, അതായത് അഡീഷണൽ ഇൻഫർമേഷനിലൊന്നുമല്ല, അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നുമല്ല, ആദ്യം പറയുന്ന ആ വിവരങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ്. അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡിങ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. അതായത് ബാലൻസ് ഷീറ്റ് നമ്മളിനി പഠിക്കാൻ പോകുന്നുള്ളൂ. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഷെഡ്യൂൾ തയ്യാറാക്കാനുള്ളത്. ആ ഷെഡ്യൂളിലാണ് ഇത് കാണിക്കേണ്ടത്. അത് ട്രയൽ ബാലൻസ് ഉള്ളിൽ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ നമ്പർ 13. ഷെഡ്യൂൾ നമ്പർ 13 നമ്മൾ എഴുതുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൽ നിന്ന് നമുക്ക് ആ എമൗണ്ട് കുറയ്ക്കുകയും റിബേറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും, ഒപ്പം തന്നെ 2-fold എഫക്റ്റ് ആണല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നുണ്ട്, 2 സ്ഥലത്ത് വരും. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡിങ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ 5. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലും ഇവിടെ ട്രയൽ ബാലൻസ് ഉള്ളിൽ തന്നിരിക്കുമ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അത് ബാലൻസ് ഷീറ്റിലും അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ നമ്പർ 5 കാണിക്കണം.
അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ, അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബൈ റിവേഴ്സിംഗ് ദ എബോവ് എൻട്രി. നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു ജേണൽ എൻട്രി ഉണ്ടല്ലോ, അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്തുകൊണ്ട് അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങുമ്പോൾ അത് ആ വർഷത്തെ ഡിസ്കൗണ്ടിൻ്റെ ഭാഗമാകും. നമ്മളിപ്പോൾ നിങ്ങൾ നീക്കി വയ്ക്കുന്ന 200 അല്ലേ, അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി നേരെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്ത് വരുന്ന പോലെ അത് അടുത്ത വർഷത്തെ കാര്യമാണ്. അടുത്ത വർഷത്തെ ആ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ആ ജേണൽ എൻട്രി കൂടെ ചിലപ്പോൾ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഓപ്പണിംഗ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ജേണൽ എൻട്രി കൂടെ നമുക്ക് ആ സമയത്ത് പഠിക്കാം. ഇനി നമുക്ക് ഒരു 3-4 പ്രോബ്ലംസ് ഈ ഏരിയയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 4 പ്രോബ്ലംസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ പ്രോബ്ലംസ് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഷുവറായിട്ടും അതിലുണ്ടാകും. നോക്കുക: ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഓഫ് സേഫ്റ്റി ബാങ്ക് ലിമിറ്റഡ് യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേണൽ എൻട്രീസ്. ഇവിടെ നമുക്ക് ജേണൽ എൻട്രീസോട് എഴുതാനുണ്ടല്ലേ, ആസ് വെൽ ആസ് ദെയർ ട്രീറ്റ്മെൻറ്റ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇയർ എൻഡഡ് 31st December 20. അപ്പോൾ ഇവിടെ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് ഇയർ തീരുന്ന ദിവസമാണ് 31/12/2020 അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഈ ബിൽസ് ഡിസ്കൗണ്ടഡ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ട്രീറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ എത്ര കാണിക്കണം, ജേണൽ എൻട്രികൾ എഴുതുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദ ഫോളോവിങ് ബിൽസ് ആർ ഡിസ്കൗണ്ടഡ് അറ്റ് 5%. ഇപ്പോൾ ഇവിടെ താഴെ പറയുന്ന 4 ബില്ലുകളുടെ എമൗണ്ടുകൾ തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ടിങ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോ ബില്ലിൻ്റെയും കാലാവധിയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മച്യൂരിറ്റി ഡേറ്റ്, ആ ബില്ലിൻ്റെ കാലാവധി ആവുന്ന കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ആ ഡേറ്റ് കൂടെയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അഡീഷണൽ പ്രോസസ്സ് കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കയ്യിലേക്ക് ബില്ല് കിട്ടിയ ഡേറ്റ് ആണ്. ആ ഓരോ ബില്ലിൻ്റെയും മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടേം എത്രയാണോ കാലാവധി അതിന് ശേഷം വരുന്ന ഡേറ്റ് ആണ് മച്യൂരിറ്റി ഡേറ്റ് അല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് മച്യൂരിറ്റി ഡേറ്റ് കണക്ക് കൂട്ടണം. അതിനുശേഷം ഫിനാൻഷ്യൽ ഇയറിന് ശേഷം വരുന്ന എത്ര മാസങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡ്യൂ ഡേറ്റ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ, ഒരു ടേബിൾ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് എന്താണ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31st December 20. എത്ര ദിവസം നമുക്ക് 31st December 20ക്ക് ശേഷം, ഇതാണ് ഫിനാൻഷ്യൽ ഇയർ തീരുന്ന ദിവസം അല്ലേ, അതിനുശേഷം അടുത്ത അക്കൗണ്ടിങ് ഇയറിലേക്ക് കയറിയിട്ട് എത്ര ദിവസമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. എമൗണ്ട്, ബില്ലിൻ്റെ എമൗണ്ട്, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എത്രയാണ്, അങ്ങനെയാണെങ്കിൽ അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട്, അതായത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, റിബേറ്റിൻ്റെ എമൗണ്ട് എത്രയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം, ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഐറ്റം ഇതാണല്ലേ, ഡിസ്കൗണ്ട് ചെയ്തത് ഡേറ്റ് 23/12/2020 ആണ്. എമൗണ്ട് 50,000 ആണ്. മാസങ്ങൾ 3 മാസമാണ് അതിൻ്റെ കാലാവധി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 23/12/2020 ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് 3 മാസങ്ങൾക്ക് ശേഷമാണ് മച്യൂരിറ്റി ഡേറ്റ് ആവുന്നതെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 23/12/2020 മുതൽ അടുത്ത മാസം എന്ന് പറയുന്നത് 23/1/2021 ആണല്ലേ. അത് 3 മാസമുണ്ട്. അപ്പോൾ 1 മാസമായി. പിന്നെ 23/2/2021, പിന്നെ 23/3/2021 അല്ലേ. പിന്നെ ഒരു 3 ദിവസം കൂടി നമുക്ക് ഡേയ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഡേറ്റുകളെല്ലാം വെച്ചുകൊണ്ട് ഡേറ്റുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ നിങ്ങൾ ആഡ് ചെയ്തേക്കുക. നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. 23/12/2020 ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് 1 മാസം ആവുന്നപ്പോഴാണ് 23/1/2021, 2 മാസം ആവുന്നപ്പോഴാണ് 23/2/2021, 3 മാസം ആവുന്ന 23/3/2021 അല്ലേ. ഇനിയോ പ്ലസ് 3 ഡേയ്സ് കൂടെ നമ്മൾ കണക്ക് കൂട്ടണം, ഡേയ്സ് ഓഫ് ഗ്രേസ്. അതായത് 23/3 3 മാസമാകുന്നു. പിന്നീട് 3 ദിവസത്തോടെ കണക്ക് കൂട്ടുന്നത് തെറ്റിപ്പോതെ കണക്ക് കൂട്ടണം. 23 കഴിഞ്ഞ് നിങ്ങൾ 24, 25, 26 അങ്ങനെ എണ്ണി എടുക്കണം. 23 കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് തൊട്ട് എണ്ണി തുടങ്ങണം. 24, 25, 26. അപ്പോൾ 26 എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. 26/3/2021. ആ ഡ്യൂ ഡേറ്റ് നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം, 26/3/2021. ഇനി നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31st December 20. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ഏതാണ്? 31/12/2020 ശേഷം എത്ര ദിവസങ്ങൾ വരുന്നുണ്ടെന്നാണ് അല്ലേ. ഇപ്പോൾ 23/1/2021, 23/2/2021 ഇങ്ങനെയെല്ലാം നമുക്ക്
ആ മാസങ്ങളുടെ കണക്ക് നമുക്കറിയാം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ 31/12/2020 ഡിസംബർ 31 ശേഷം തുടങ്ങുന്നത് ജനുവരി 1 അല്ലേ. ജനുവരി 1 ജനുവരി മാസം പൂർണ്ണമായിട്ടും ഉണ്ടല്ലേ, ആ ബില്ല് നമ്മുടെ കൈവശമുണ്ട്. ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരിയിൽ 28 ദിവസം അല്ലേ, മാർച്ചിൽ 26 ദിവസം, മാർച്ചിൽ 23 ഉള്ളായിരുന്നു. 23 കൂടെ നമ്മൾ 3 ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ നമ്മൾ ആഡ് ചെയ്തു അല്ലേ, അപ്പോൾ നമുക്ക് 26 ദിവസമുണ്ട് മാർച്ചിൽ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തീർന്നതിന് ശേഷം ഈ ബില്ലിൻ്റെ മച്യൂരിറ്റി ഡേറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര ദിവസങ്ങൾ ഉണ്ട്? ജനുവരി 1 മുതൽ ജനുവരി 31 ദിവസം, ഫെബ്രുവരി 28, മാർച്ചിൽ 26, അങ്ങനെ എല്ലാം കൂടി 85 ഡേയ്സ്. ആ 85 ഡേയ്സാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോ ബില്ലിൻ്റെയും കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ഡ്യൂ ഡേറ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. 26/3/2021 നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 26/3/2021 ഇത് ഡ്യൂ ആകുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അല്പം എളുപ്പമുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം അതുപോലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് എത്രയായിരുന്നു? 50,000 രൂപ. അത് നമ്മൾ എഴുതുന്നു. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 5% ആണ്, നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് ആ ഫോർമുല എഴുതാവുന്നുള്ളൂ അല്ലേ. അത് ബില്ല് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു 50,000 എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ബില്ലാണ് അല്ലേ, ബില്ലിൻ്റെ എമൗണ്ട് ഇൻറ്റു 5/100 റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇൻറ്റു 85, നമ്മൾ എത്ര ദിവസം കണ്ടുപിടിച്ചിട്ടുണ്ട്? 85 ദിവസം ഡിവൈഡ് ബൈ 365 ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. നമുക്ക് 582 രൂപ എന്ന് നമുക്ക് ലഭിക്കുന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ ബില്ലിൻ്റെ കേസിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 582 റുപ്പീസാണ്. രണ്ടാമത്തെ ബില്ല് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ബില്ല് 19/9/2020 ഡിസ്കൗണ്ട് ചെയ്യുന്നത് 1,00,000 രൂപയുടെ ബില്ലാണ്. 4 മാസമാണ് അതിൻ്റെ കാലാവധി അല്ലേ. അപ്പോൾ 4 മാസം കാലാവധിയുള്ള ബില്ല്. അപ്പോൾ ഇവിടെ നമുക്ക് 19/9 തൊട്ട് ഒരു മാസം ആകുമ്പോൾ 19/10/2020 അങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. 19/10/2020 ഒരു മാസമായി, 19/11/2020 2 മാസമായി, 19/12 അത് 3 മാസമായി, 19/1 ജനുവരി 1 2021 അത് 4 മാസമായി അല്ലേ. 4 മാസമാണ് മൊത്തം കാലാവധി അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് 19-ാം തീയതി കഴിഞ്ഞ് 3 ദിവസം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 22/1/2021 കിട്ടും അല്ലേ. 19 കഴിഞ്ഞ് 20, 21, 22 അങ്ങനെ 3 ദിവസങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 22/1/2021 ഈ രണ്ടാമത്തെ ബില്ലിൻ്റെ കേസിലുള്ള ഡ്യൂ ഡേറ്റ്. പിന്നെ നമുക്ക് ഈ എത്രയാണ് ഈ ജനുവരിക്ക് ശേഷം എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടണം അല്ലേ. ജനുവരി മാസത്തിന് ശേഷം ഇവിടെ എത്രയുണ്ട്? ഇവിടെ നമുക്ക് 19/1 വന്നിട്ടുണ്ടല്ലേ. 19/1 തൊട്ട് 22/1 വരെയാണ് വന്നിരിക്കുന്നത് മൊത്തം അല്ലേ. അതായത് 22/1 വരെ എന്ന് വെച്ചാൽ ജനുവരിയിൽ മൊത്തം 22 ദിവസമാണുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ജനുവരിയിലുള്ള 22 ദിവസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഡിസംബർ 31 ശേഷമുള്ള ഡേറ്റുകൾ, അടുത്ത വർഷത്തേക്കുള്ള ഡേറ്റുകൾ മാത്രം കണക്ക് കൂട്ടിയാൽ മതി അല്ലേ. ഇത് 4 മാസത്തെ ബില്ലാണ്. അത് ഡിസ്കൗണ്ട് ചെയ്ത് ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് ജനുവരിയിലെ 22 ദിവസങ്ങൾ മാത്രമേ കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ 1,00,000 രൂപയാണ് ആ ബില്ലിൻ്റെ എമൗണ്ട്. 5% തന്നെയാണ് ഡിസ്കൗണ്ട് റേറ്റ്. എല്ലാ ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ എല്ലാം സെയിം ആണല്ലേ. 1,00,000 × 5/100 × 22/365 301 രൂപ നമുക്ക് കിട്ടുന്നു. അടുത്ത നോക്കാം. 20/10/2020 4,00,000 രൂപ. അത് 3 മാസമാണ് കാലാവധി. 20/10/2020 അല്ലേ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അതുപോലെ തന്നെ 20/11 ആകുമ്പോൾ 1 മാസം, 20/12 ആകുമ്പോൾ 2 മാസം, 21 ആകുമ്പോൾ 3 മാസം അല്ലേ. ഇനി നമുക്ക് 20-ന് ശേഷം 3 ദിവസം ആഡ് ചെയ്യുക. 21, 22, 23. അപ്പോൾ 23/1/2021 ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ജനുവരി മാസം തൊട്ട് അല്ലേ, ജനുവരി മാസം തൊട്ട് 21 വരെ, 21, 23 അല്ലേ, 23 വരെയാണ് ഡേറ്റ്. അപ്പോൾ ജനുവരി മാസത്തിൽ 23 ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ജനുവരിയിലെ 23 ദിവസം മാത്രം എടുക്കുന്നു. ഇനി 40,000 രൂപ വെച്ച് 4,00,000 രൂപ അല്ലേ. 4,00,000 ഇൻറ്റു 5/100 ഇൻറ്റു 23/365 നമുക്ക് 1,260 ലഭിക്കുന്നു അല്ലേ. ഇവിടെ നിങ്ങൾ ഒരു 0 കൂടെ നിങ്ങളിവിടെ ആഡ് ചെയ്തേക്കുക. 4,00,000 എന്നുള്ളതാണ് എമൗണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത മാസം നോക്കാം. 30/11/2020 30,000 രൂപ ഉള്ള എമൗണ്ട് ഉള്ള ഒരു ബില്ല്. 5 മാസമാണ് അതിൻ്റെ കാലാവധി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 30/11 എന്ന് പറയുമ്പോൾ നവംബർ മാസം അവസാനമാണല്ലേ, നവംബർ മാസം അവസാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഡേറ്റിലുള്ള ഒരു ബില്ലാണെങ്കിൽ നമുക്ക് അടുത്ത മാസം അവസാനത്തെ ഡേറ്റ് തന്നെ എടുക്കുക. 31/12/2020 അല്ലേ. 31/12/2020 ആകുമ്പോൾ 1 മാസമാകും. പിന്നെ 31/1 അത് വെച്ച് തന്നെ മുന്നോട്ട് കണക്കൂട്ടി പോവുക. 31/1/2021. പിന്നെ 28/2 ഫെബ്രുവരിയിൽ 28 ദിവസം തന്നെ കണക്ക് കൂട്ടുക. പിന്നെ 31/3 30/4 അല്ലേ. അതിനുശേഷം 3 ദിവസം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 30/4 ഏപ്രിൽ 30 വരെ ഉള്ളൂ അല്ലേ. പിന്നീട് നമുക്ക് 1, 2, 3 3/5/2021 വരെ അല്ലേ.
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഡേറ്റ് നമുക്ക് 3/5/2021 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജനുവരിയിൽ 31 ദിവസം, പിന്നെ ഫെബ്രുവരിയിൽ 28 ദിവസം, മാർച്ച് 31, ഏപ്രിൽ 30, പിന്നെ നമുക്ക് മെയ്യിൽ ഒരു 3 ദിവസമാണ് കൂടി അല്ലേ. അങ്ങനെ 123 ദിവസമാണ് ഇവിടെ കിട്ടുക. 30,000 രൂപയാണ് എമൗണ്ട്. 5% ഡിസ്കൗണ്ട്. 30,000 ഇൻറ്റു 5/100 ഇൻറ്റു 121/365 അല്ലേ. അപ്പോൾ നമുക്ക് 506 രൂപ എന്ന് ലഭിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഇത്രയാണ് വരിക. ടോട്ടൽ നമ്മൾ കൂട്ടി നോക്കുക. 2,649 രൂപയാണ് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള റിബേറ്റ് അല്ലേ. അടുത്ത വർഷത്തേക്ക് ബാധകമായിട്ടുള്ള ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിസ്കൗണ്ട് എഴുതുമ്പോൾ കുറയ്ക്കേണ്ട എമൗണ്ട് ഇതാണ്. ആ ടോട്ടൽ ഡിസ്കൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് ഇതാണ്. നമുക്ക് നോക്കാം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 2,649 അല്ലേ. ജേണൽ എൻട്രി നമുക്ക് എഴുതാം. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡേറ്റർ, അതിനുള്ള ജേണൽ എൻട്രി നമ്മൾ ആദ്യം പഠിച്ചതാണല്ലോ. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡേറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നുള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 2,649 രൂപ വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ 13. ഷെഡ്യൂൾ 13 നമ്മളത് കുറയ്ക്കും. പിന്നീട് നമ്മൾ ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ റിബേറ്റ് ഡിസ്കൗണ്ടെല്ലാം പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് എന്നുള്ളത് ആ രീതിയിലാണ് നമ്മളിത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ടിൽ നിന്ന് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിയുടെ കുറച്ച് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ടോട്ടൽ ഡിസ്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. എങ്കിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോക്കുക, തന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കുക. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 1/4/2019 റിബേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 1/4/2019 ഏപ്രിൽ 1, 2019 എന്ന് പറയുമ്പോൾ അത് വർഷാരംഭത്തിൽ റിബേറ്റ് ആണ് അല്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ റിബേറ്റ് ആയിരുന്നു, വർഷാവസാനത്തെ റിബേറ്റ് ആയിരുന്നു. അത് ഈ വർഷം ബാധകമായിട്ട് റിബേറ്റ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ള ഡിസ്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണിത്. അത് മനസ്സിലാക്കണം. അത് ഓപ്പണിംഗ് ഡേറ്റിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള ഡിസ്കൗണ്ടിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്കത് ആഡ് ചെയ്യേണ്ടതുണ്ട്. 32,480. ഇനി ക്ലോസിംഗ് ഡേറ്റിലുള്ള റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ടത് അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം അല്ലേ. എങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് ഇനത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അനാലിസിസ് ഓഫ് ദി ബിൽസ് ഡിസ്കൗണ്ടഡ് ഷോസ് ദ ഫോളോവിങ്. ഇവിടെ എമൗണ്ട് ഓഫ് ദി ബില്ലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, ഓരോ ബില്ലിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ് അല്ലേ. ഡ്യൂ ഡേറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കുക, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഡ്യൂ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ചെയ്തല്ലേ. അവിടെ ബില്ലിൻ്റെ ടേം മാത്രം ഇത്ര മാസം എന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കറക്റ്റ് ആ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡിങ് ഡേയ്സ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡേറ്റുകളൊന്ന് കണക്കൂട്ടി എടുത്താൽ മതി അല്ലേ. പാസ്റ്റ് ആൻഡ് നെസസറി ജേണലിറ്റീസ് ഫോർ ദി അൺഎക്സ്പെക്ടഡ് ഡിസ്കൗണ്ട് ഓഫ് 31/3/2020. അൺഎക്സ്പെക്ടഡ് ഡിസ്കൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ജേണലിൻ്റെ കൂടെ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. നോക്കുക, നമുക്ക് ആ ടേബിൾ ഒന്ന് തയ്യാറാക്കാം. ഇവിടെ ഡ്യൂ ഡേറ്റ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. ജൂൺ 14, 2020 എന്നുള്ളത് ഇൻക്ലൂഡിങ് ഡേയ്സ് ഓഫ് ഗ്രേസ് ആണ്. അപ്പോൾ നമുക്ക് ആ 3 ദിവസം ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ഇനിയൊന്നും കണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഡ്യൂ ഡേറ്റ് നമുക്ക് നേരെ ഇങ്ങോട്ട് എടുത്തെഴുതാം. 14/6/2020 അല്ലേ. ഇനി 31/3/2020 31/3/2020 എന്നാക്കുക. 31/3/2020 ശേഷമുള്ള ഡേറ്റുകൾ എത്രയുണ്ട്, എത്ര ദിവസങ്ങളുണ്ടെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് കിട്ടുക 75 ദിവസമാണല്ലേ. 14/6/2020. 31/3 എന്ന് പറയുമ്പോൾ മാർച്ച് 31 പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ. ജൂൺ മാസം 14 ദിവസമുണ്ട് അല്ലേ. ഏപ്രിൽ മാസത്തിൽ 30 ദിവസം, മെയ് മാസം 31 ദിവസം, ഇവിടെ 14 ദിവസം നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ അല്ലേ. അപ്പോൾ ഒരു മാസത്തിൽ 30 ദിവസമാണോ 31 28 എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എങ്കിലേ നമുക്ക് ഡേറ്റുകളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് 75 ദിവസം കിട്ടും. 73,000 രൂപയാണ്. 12% അപ്പോൾ 73,000 × 12/100 × 75/365 അല്ലേ. നമുക്ക് 1,800 രൂപ എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കുക, 19/7/2020 അല്ലേ. അത് ജൂലൈ മാസം 19 തീയതി വരെയാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 110 ദിവസമാണ് കിട്ടുക. അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, പിന്നെ ജൂലൈയിൽ 19 ദിവസത്തോടെ അല്ലേ. അപ്പോൾ 110 ദിവസം കിട്ടും. 1,46,000 11% റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. 1,46,000 × 11/100 × 110/365 അല്ലേ. 110 / 365
4840 കിട്ടും. അടുത്തത് 10/8/2020 അല്ലേ, 10/8/2020 അപ്പോൾ നമ്മൾ 132 ദിവസം കിട്ടും. 8 മാസം, ആഗസ്റ്റ് മാസം 10 വരെ ഉണ്ടല്ലേ, 30 + 31 + 30 + 31 ഓഗസ്റ്റ് മാസത്തിലെ 10 ദിവസം കൂട്ടുമ്പോൾ നമുക്ക് 132 കിട്ടും. അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ, 15,840 ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയുണ്ട്, ഇതിലൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 22,480 ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിനി അത് കാണിക്കണം. എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തം ഡിസ്കൗണ്ട് എത്രയുണ്ടെന്ന് നമ്മൾ ആദ്യം എഴുതണം അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,80,000 ആണ്. നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. ആഡ് ഓപ്പണിംഗ് റിബേറ്റ് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് 32,480. അതിൽ നമുക്ക് 1,40,480 കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ക്ലോസിംഗ് ഡേറ്റിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഇതാണ് നമുക്ക് ലെസ് ചെയ്യേണ്ട എമൗണ്ട് അല്ലേ. ഇപ്പോൾ 22,480 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും അല്ലേ. എമൗണ്ട് ബി ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,18,000 രൂപ. ഓക്കെ, ജേണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രീസ് ഇവിടെ നമുക്ക് കാണിക്കാം. 1/4/2019 ഓപ്പണിംഗ് ഡേറ്റിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ കൂടെ ഈ റിബേറ്റ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ, 32,480. അതുകൊണ്ടാണ് റിബേറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ട്രാൻസ്ഫേർഡ്. അടുത്ത് നമ്മൾ ഈ ക്ലോസിംഗ് ഡേറ്റിലുള്ള റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അത് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ജേണൽ എൻട്രിയുടെ ഓപ്പോസിറ്റ് ആണ് വരിക അല്ലേ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അഡ്ജസ്റ്റഡ് എന്നുള്ള നറേഷനും കാണിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് പരിചയിക്കാം. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ദി ബുക്സ് ഓഫ് ഹൈഫൺ ബാങ്ക് ലിമിറ്റഡ് ഹാഡ് ദി ഫോളോവിംഗ് ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 2016. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് നൽകിയിട്ടുണ്ട് 8,47,500. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 1/4/2015, അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ അല്ലേ, അതിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട് 70,000. അത് നമുക്ക് ഈ ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണല്ലേ, അതിപ്പോൾ തന്നെ ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലുള്ള റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ബില്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻ അനാലിസിസ് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് റിവീൽ ദാറ്റ് ആവറേജ് ഡ്യൂ ഡേറ്റ് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് ഈസ് 12th June 2016. അപ്പോൾ ബില്ലിൻ്റെ ആവറേജ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് 12th June 2016 ആണ്. ടോട്ടൽ വാല്യൂ ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് ആസ് ഓൺ 31/3/2016. 31/3 ഡിസ്കൗണ്ട് ചെയ്ത ബില്ല്, അതിൻ്റെ വില എന്ന് പറയുന്നത് 93,75,000 ആണ് അല്ലേ. അത്രയും ഉള്ളൊരു ബില്ല്, അത് ഡ്യൂ ഡേറ്റ് ആവുന്നത് 12th June 2016 ആണ്. ദ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 12% ആണ്. കമ്പ്യൂട്ട് ദ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഓൺ 31st March 2016 ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ക്ലോസിംഗ് ഡേറ്റിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു തുകയുടെ കൂടെ നമ്മൾ ആദ്യം ഓപ്പണിംഗ് റിബേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഈ ഒരു എമൗണ്ട് കൂട്ടണം. അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന ക്ലോസിംഗ് ഡേറ്റിൽ ആ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് നമ്മൾ കുറയ്ക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ കാൽക്കുലേഷൻ ഓഫ് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അല്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. ഡ്യൂ ഡേറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 12/6/2016 ആണ് അല്ലേ. 31/3 തീരുന്നത് അല്ലേ, 31/3 കാലാവധി കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് ഡേയ്സ്. ഏപ്രിൽ 30 ദിവസമുണ്ട് അല്ലേ, 31/3 മാർച്ചിന് ശേഷം ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31, ജൂൺ 12 ആകുമ്പോൾ 12 ദിവസമാണ് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ 30 + 31 + 12 എത്ര കിട്ടും, നമുക്ക് 73 ഡേയ്സ് ലഭിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇതൊരൊറ്റ ബില്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടേബിളായിട്ടൊന്നും കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അൺഎക്സ്പയർഡ് എമൗണ്ട് ഇവിടെ എത്രയാണ്, അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് എത്രയാണ്, 93,75,000. അതാണ് ബില്ലിൻ്റെ എമൗണ്ട് അല്ലേ. ഇൻറ്റു 12/100 റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 73, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 71/365 ദിവസം അല്ലേ, 2,20,20,000 നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കാം അല്ലേ. ആദ്യം നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് എഴുതുന്നു. ഡിസ്കൗണ്ട് റിസീവ്ഡ് 8,47,500. നമ്മൾ 7,000 രൂപ അല്ലേ, 70,000 രൂപ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. ഓപ്പണിംഗ് ഡേറ്റുള്ള ആഡ് ചെയ്യുന്നു, 9,17,500 കിട്ടുന്നു. അതിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്ലോസിംഗ് റിബേറ്റ് ഓഫ് ബിൽസ് ഡിസ്കൗണ്ടഡ് 2,20,20,000 കുറയ്ക്കുന്നു. അപ്പോൾ ഇനി കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലേ, കമ്പ്യൂട്ടർ ദ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 2,20,20,000. അപ്പോൾ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 6,92,500 രൂപ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അത് വളരെ എളുപ്പത്തിൽ തീരുന്നതാണ്. നോക്കുക, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡ്യൂറിംഗ് ദി ഇയർ 13,70,000 ആണ് നമുക്ക് ഡിസ്കൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ട്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഓപ്പണിംഗ് ഡേറ്റിൽ റിബേറ്റ് തന്നിട്ടുണ്ട്
ക്ലോസിംഗ് ഡേറ്റിൽ റിബേറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ അല്ലേ. ആദ്യം നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് എടുത്ത് എഴുതുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിൽ ബിൽഫ് ഡിസ്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ, 3,20,000. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 16,90,500 അതിൽ നിന്ന് നമുക്ക് ഈ ക്ലോസിംഗ് ഡേറ്റിലുള്ള ബിൽഫ് ഡിസ്കൗണ്ടഡ് റിബേറ്റ് ഓൺ ബിൽഫ് ഡിസ്കൗണ്ടഡ് 4,00,000 രൂപ നമ്മൾ കുറയ്ക്കുന്നു അല്ലേ. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 12,90,500 രൂപ. ഈ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.